ഓം ശാന്തി. മലയാളികളുടെ സേവനത്തിനായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ സേവനത്തിൻ്റെ അധ്യായം തുറക്കുകയാണ്. പുതിയ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുകയാണ്. ബ്രഹ്മകുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ മലയാളം ആപ്പ്. ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ സെർച്ച് ഫോർ ആപ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ബ്രഹ്മകുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ മലയാളം എന്ന് സെർച്ച് ചെയ്യുക. ഈ മൂന്നാമതായി കാണിക്കുന്നതാണ് നമ്മുടെ ആപ്പ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജിലേക്ക് നമ്മൾ എത്തും. ആ പേജിൽ ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൽ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ചിത്രം വലുതായി കാണാം, നീക്കി നോക്കാം. ഈ ആപ്പിലുള്ള വിഷയങ്ങളൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ കാണിക്കുന്നത്. എബൌട്ട് ദിസ് ആപ്പ് എന്ന് എഴുതിയിട്ടുള്ള ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനുണ്ട്. ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആവും. ആപ്പ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ആപ്പിലേക്കായിരിക്കും പോകുന്നത്. ആദ്യം മുതൽ ഈ ആപ്പിലേക്ക് നമുക്കൊന്ന് തിരിച്ചെത്താം. അതായത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നെല്ലാം പിന്നിലേക്ക് പോകാം. നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ചിഹ്നം, ഈ വെള്ള നിറത്തിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആപ്പിൻ്റെ ഹോം പേജ്. ഏറ്റവും മേലെ ബ്രഹ്മകുമാരീസ് കേരളം എന്നെഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ ജനുവരി 18 ലൈവ് പ്രോഗ്രാമിൻ്റെ ഒരു ഷെഡ്യൂൾ കാണുന്നുണ്ട്. അതിന് താഴെ ധ്യാന പരിശീലനം, അതായത് പുതിയവർക്ക് ധ്യാനം പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഐക്കണാണത്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രഹ്മകുമാരീസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പഠിക്കാനുള്ള ഒരു ബട്ടണുണ്ട്. അതിൻ്റെ താഴെ ചിത്ര പ്രദർശിനി, വീഡിയോ ഗാലറി, ലേഖനങ്ങൾ, യൂട്യൂബ് ചാനൽ, സാധനാ സഹായി, സേവാ കേന്ദ്രങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത്. ഈ ആപ്പിനകത്തുള്ള പ്രധാനപ്പെട്ട സേവനങ്ങൾ 8 കള്ളികളിലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനടിയിൽ ഇന്നത്തെ ജ്ഞാനയോഗ ദിനചര്യ എന്ന് പറഞ്ഞ ഒരു പ്രധാന ടൈറ്റിലിൻ്റെ അടിയിൽ ഓൺലൈനിലൂടെ ലഭിക്കുന്ന നമ്മൾക്ക് വേണ്ടി കിട്ടുന്ന ലൈവ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ലൈവ് അല്ലാത്ത പ്രോഗ്രാമുകളും എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്നത്തെ ജ്ഞാനയോഗ ദിനചര്യയുടെ താഴെ 3:30 മുതൽ 4:45 വരെയുള്ള അമൃതവേള യോഗത്തിന് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾക്കവിടെ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് അവിടെ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ശാരീരിക വ്യായാമം. നിങ്ങൾക്ക് രാവിലെ എക്സർസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശാരീരിക വ്യായാമങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ശാരീരിക വ്യായാമങ്ങൾ പഠിക്കാം. ഇത് ഒരു ശാരീരിക വ്യായാമമാണ്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള മറ്റ് വ്യായാമങ്ങൾ പഠിക്കണമെങ്കിൽ ഇവിടെ ഒരു 3 വര കാണുന്നില്ലേ? 3 കുത്തും 3 വരയും കാണാം ആ വീഡിയോയുടെ ഉള്ളിൽ. അതിൽ ആ 3 വര കാണുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മറ്റ് വ്യായാമങ്ങളും കിട്ടും. അത് എല്ലാത്തിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ 6:30 മുതൽ 8:30 വരെയുള്ള മുരളി മെഡിറ്റേഷൻ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാത് ദിവസത്തെ മുരളി അവിടെ ഉണ്ടായിരിക്കും. നമ്മൾക്കൊരു മുൻപത്തെ ഒരു മുരളി കേൾക്കണമെന്നുണ്ടെങ്കിലും പറ്റും. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു മുരളി കേൾക്കണമെങ്കിൽ ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പ്ലേലിസ്റ്റ് എടുത്ത് നമുക്ക് ഏത് ഡേറ്റിലെ മുരളി കേൾക്കണമോ അതിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഈവനിങ് ക്ലാസ് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള ഒരു ടൈമിലായിരിക്കും ഈ ക്ലാസ് ലൈവ് ഉണ്ടാവുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ വരാൻ പോകുന്ന ക്ലാസ്സാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്ലേ ആകാൻ പോകുന്ന ക്ലാസ്സിൻ്റെ ഷെഡ്യൂളാണ് ഈ കാണുന്നത്. അത് സമയമാകുമ്പോഴേ അവിടെ പ്ലേ ആവുള്ളൂ. അതിൻ്റെ താഴെ സന്ധ്യായോഗം 6:30 മുതൽ 7:30 വരെയുള്ള സന്ധ്യായോഗത്തിൻ്റെ ലൈവ്. അതുപോലെ രാത്രി 8:30 രാത്രി ക്ലാസ്. ഇതിലിപ്പോൾ ആദിദേവനാണ് ഉള്ളത്. അതിൻ്റെയും പ്ലേലിസ്റ്റ് ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1ാമത്തെ എപ്പിസോഡ് മുതൽ കാണണമോ അവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇനി മുരളിയുടെ ഭാഗമാണ്. മുരളി ടെക്സ്റ്റ് പഠിക്കണം എന്നുള്ളവർക്ക് മുരളി ടെക്സ്റ്റിൽ അമർത്തി കഴിഞ്ഞാൽ മുരളി വായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഓണാവുന്നതായിരിക്കും. സാരത്തിലും വിസ്താരത്തിലും മുരളി കേൾക്കാനുള്ള ഓപ്ഷനാണ്. മുഴുവൻ മുരളിയുടെ ഓഡിയോ ഒപ്പം അത് എഴുതി കാണിക്കുകയും ചെയ്യും. ജപ്പാനിലെ യുദ്ധങ്ങളിൽ ഉപയോഗിച്ച ബോംബുകളെല്ലാം വളരെ ചെറുതായിരുന്നു. ഇനി അതിലെ തന്നെ വരദാനം മാത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വരദാനം മാത്രം കേൾക്കാവുന്നതാണ്. ഓം ശാന്തി.
മധുരമായ കുട്ടികളെ എന്ന് പറയുന്ന ഭാഗവും ചോദ്യോത്തരവും മാത്രം നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ശ്രീമതം എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ചുവടും ബാബയുടെ ശ്രീമതം പാലിക്കുകയാണെങ്കിൽ. അടുത്ത ഭാഗം ട്രാഫിക് കൺട്രോളുകളാണ്. നമ്മൾ ട്രാഫിക് കൺട്രോളുകളെല്ലാം പാട്ട് വെച്ച് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കമൻട്രികളാണ്. ഓരോ ട്രാഫിക് കൺട്രോൾ ടൈമുകളിൽ എന്താണ് നമ്മൾ സങ്കല്പം ചെയ്യേണ്ടത്, ഏത് അനുഭൂതിയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഈ ട്രാഫിക് കൺട്രോൾ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സ്വയം സമയമാകുമ്പോൾ പാടുന്ന ട്രാഫിക് കൺട്രോൾ സോഫ്റ്റ്വെയർ അല്ല, നമ്മൾക്ക് ഓൺ ചെയ്ത് കാണേണ്ടതാണ്. ഇപ്പോൾ ട്രാഫിക് കൺട്രോളിലെ രാവിലെ 5:45 ഭാഗം സ്നേഹം എന്ന ഗുണത്തെ ഉണർത്തിയെടുക്കാനുള്ള കമൻട്രി ആയിരിക്കും. കണ്ടല്ലേ, അതാത് സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് BK സ്റ്റുഡൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ദിനചര്യാക്രമത്തിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് അടിയിൽ സ്ക്രോളായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണാം, അവ്യക്ത ബാപ്ദാത മിലനം തീയതികൾ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഉടനെ ഒരു അവ്യക്ത ബാപ്ദാത മിലനം വരാനിരിക്കുകയാണെങ്കിൽ ആ മിലനത്തിൻ്റെ ലൈവ് ഷെഡ്യൂളിലേക്കാണ് നമ്മൾ ചെന്നെത്തുക. അത് ആ സമയമാകുമ്പോഴേ പ്ലേ ആവുള്ളൂ, പക്ഷേ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഏറ്റവും പുതിയ വീഡിയോകൾ കാണുവാൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ടില്ലേ, വീഡിയോ ശേഖരണം വന്നു. ബ്രഹ്മകുമാരീസ് ഫിലിംസ്, തത്വമസി എന്ന പരമ്പര കാണുവാൻ, ആചാരങ്ങളിലെ ആത്മീയത എന്ന പരമ്പര, ഭഗവത്ഗീത എന്ന പരമ്പര, രാമായണ പരമ്പര, ഇങ്ങനെയുള്ള നമ്മൾ യൂട്യൂബിൽ ഇതിനു മുമ്പ് തന്നെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ഒരിടത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോ ഒന്ന് എടുത്തൊന്നിരിക്കട്ടെ, സുഭാഷിതം എടുത്തൊന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് സുഭാഷിതത്തിലെ എല്ലാ സുഭാഷിതങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ രാമായണ രഹസ്യം എടുത്തൊന്നിരിക്കട്ടെ, അപ്പോൾ ആ രാമായണ രഹസ്യത്തിനകത്തുള്ള എല്ലാ വീഡിയോകളും നമുക്കിതിലിങ്ങനെ കാണാൻ പറ്റും. ഗീതാമൃതം എടുത്തൊന്നിരിക്കട്ടെ, അപ്പോൾ ഗീതാമൃതത്തിനകത്തുള്ള എല്ലാ വീഡിയോകളും അവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മളുടെ വീഡിയോകളുടെ വലിയൊരു ശേഖരണമാണ് ഇതിനകത്ത്. വരാനിരിക്കുന്ന ലൈവ് ഇവൻറ്റ്സ്, അത് ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ഇവൻറ്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. വേറൊന്ന് ദിശ എന്ന് പറയുന്നത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ദിശ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ദിശ എന്ന പ്രോഗ്രാമിൻ്റെ പേജിലേക്ക് നമ്മളെത്തും. അതിൽ ദിശ എന്ന പ്രോഗ്രാം എന്താണെന്ന് ചുരുക്കത്തിൽ അവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെങ്ങനെ പങ്കെടുക്കാം എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടവർ ഇവിടെ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ആ പ്രോഗ്രാമിലേക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ആവുകയാണ്. ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ പേരും അഡ്രസ്സ് അങ്ങനെയല്ല. ഇനി നമുക്കിതിൻ്റെ ഈ ഫ്രണ്ട് പേജിലേക്ക്, ഇതിനകത്ത് ഒരുപാടുണ്ട്, അതുകൊണ്ടാണിത് അവസാനത്തിലേക്ക് ബാക്കി വെച്ചത്. ഈ ഫ്രണ്ട് പേജിലേക്ക് വരാം. ധ്യാന പരിശീലനം എന്ന് പറയുന്ന ആ ഭാഗം അവസാനം പറഞ്ഞു തരാം. എന്തുകൊണ്ടെന്നാൽ അത് പുതിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ചിലതെല്ലാം ആക്ടിവേറ്റ് ആയിട്ടില്ല, കുറച്ച് സമയം കൂടെ എടുക്കും. എന്നാൽ ആയതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. ചിത്രപ്രദർശിനി എന്ന് പറയുന്ന പോർഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല എക്സിബിഷനുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ ഓൺലൈനിൽ നമുക്ക് കാണാം. ഇപ്പം നമ്മൾക്ക് ഒരാൾക്ക് കോഴ്സ് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കയ്യിലൊരു കോഴ്സ് ബുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായാൽ മതി. ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് കോഴ്സ് എടുക്കാമെന്ന അർത്ഥം. അപ്പോൾ ചിത്രപ്രദർശനിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചിത്രങ്ങളിലേക്ക് എത്തി. ഇനി തൊട്ടടുത്ത് വീഡിയോ ഗാലറി, ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ഏറ്റവും താഴെയുള്ള ഓപ്ഷനിൽ ഇതുണ്ടായിരുന്നു. അടുത്തത് ലേഖനങ്ങളുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പല പല വിഷയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള പല ലേഖനങ്ങളും നമുക്ക് വായിക്കാവുന്നതാണ്. ഓരോ ലേഖനങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേഖനം പൂർണ്ണമായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. അടുത്തതാണ് യൂട്യൂബ് ചാനൽ. കേരളത്തിലെ പല പല യൂട്യൂബ് ചാനലുകളിലേക്ക് നേരിട്ട് കയറാനുള്ള ഭാഗമാണത്. ബ്രഹ്മകുമാരീസ് കേരളം എന്ന യൂട്യൂബ് ചാനലിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ യൂട്യൂബ് വിൻഡോയിലേക്കൊന്നും പോവില്ല, ഈ ആപ്പിനുള്ളിൽ നിന്ന് തന്നെ ആ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ പീസ് ഓഫ് മൈൻഡ് TV മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കാണണമെങ്കിൽ അതിലേറ്റവും പുതിയ വീഡിയോകളുടെ ശേഖരണത്തിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എത്തുന്നു. ഗുഡ് വിഷസ് മീഡിയ കണ്ണൂർ കാണണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ അവിടേക്ക് എത്തി. ഇങ്ങനെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ യൂട്യൂബ് ചാനലുകളും നമുക്ക് ഇതിനകത്ത് തന്നെ, വിശ്വശാന്തി വിഷൻ, ഇങ്ങനെ ഇതിനകത്ത് തന്നെ നമുക്ക് ഏത് ചാനലിലേക്കും നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ആ ചാനലിലുള്ള പുതിയ അപ്ലോഡുകൾ കാണാവുന്നതാണ്. ഇനി സാധന സഹായി എന്ന് പറയുന്ന ഈ നീല ബട്ടൺ, ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു പേജിലേക്ക് പോകും. എന്തൊക്കെയാണുള്ളത്? പാട്ടുകളുണ്ട്. വീഡിയോയും ഓഡിയോയും ചേർന്നിട്ടുള്ളതായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഹിന്ദി പാട്ടുകളും അത്യാവശ്യമൊക്കെ കിട്ടും. ഇപ്പോൾ ഇതിൽ നമ്മൾ സോങ് ആൽബം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽബം വൈസായിട്ട് നമുക്ക് കേൾക്കാം.
ക്ലാസ്സുകൾ എന്ന് പറയുന്ന ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സീനിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ധാരണാ ക്ലാസ്സുകൾ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അതാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു ബെഹൻജിയുടെ ക്ലാസ് കേൾക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെഹൻജിയുടെ എല്ലാ ക്ലാസ്സുകളും ചെയ്തു വെച്ചിട്ടുള്ള മലയാളവൽക്കരിക്കപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റാണി ബെഹൻജി എന്നടിച്ചപ്പോൾ ഇങ്ങനെയായി. അത് വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക. ജയന്തി ദീദിയുടെ കാണണമെങ്കിൽ ജയന്തി ദീദി എന്ന ബട്ടണിൽ അമർത്തിയാൽ ജയന്തി ദീദിയുടെ ക്ലാസ്സുകൾ മലയാളവൽക്കരിക്കപ്പെട്ടതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ശിവാനി ബഹൻ എന്നമർത്തിയാൽ ശിവാനി ബഹൻ്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. ജഗദീഷ് ഭായ്, സച്ചിൻ ഭായ്, സൂരജ് ഭായ്, രാജു ഭായ്, ആദം ഭായ്, ലളിത് ഭായ്, ഫോറിൻ സിസ്റ്റേഴ്സ്, അങ്ങനെ ദാദിമാരുടെ എല്ലാം ഇതെല്ലാം ഇതിനകത്ത് ക്ലാസ്സുകളാണ്. ധാരണാ ക്ലാസ്സുകളുടെ വലിയൊരു ശേഖരണമാണിത്. അടുത്ത ഓപ്ഷൻ മെഡിറ്റേഷൻ കമൻട്രികൾ. മെഡിറ്റേഷൻ കമൻട്രി വിഷ്വലൈസേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള മെഡിറ്റേഷൻ കമൻട്രികളുടെ ഒരു ശേഖരണത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അതുതന്നെ ഡ്രില്ലുകൾ, അതാണ് ആത്മീയാഭ്യാസം. ഡ്രില്ലുകൾ, ബാബ്ദാദ ചെയ്യിപ്പിച്ച ഡ്രില്ലുകൾ. അമൃതവേള യോഗത്തിൻ്റെ സ്പെഷ്യൽ അമൃതവേള യോഗം മാത്രം ഇരിക്കുന്നു ഇവിടെ. നോക്കൂ, സന്ധ്യായോഗത്തിൻ്റെ മാത്രം ശേഖരണം. അതുപോലെ തന്നെ ഓരോ സിസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ കമൻട്രികൾ നമ്മൾക്ക് വേറെ വേറെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് അവ്യക്തവാണികൾ. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ വർഷങ്ങളുടെ ബേസിൽ അവ്യക്തവാണികൾ സോർട്ട് ചെയ്ത് വെച്ചത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അവ്യക്തവാണി ഡേറ്റ് നോക്കി നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ടത് വായിക്കാം. ഇങ്ങനെ അവ്യക്തവാണികൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ചാർട്ടുകൾ, പുസ്തകങ്ങൾ എല്ലാം ആയി വരുന്നേ ഉള്ളൂ. എക്സിബിഷൻ എന്ന് പറയുന്ന ആ ഭാഗമായിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. അതുപോലെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്, അതെല്ലാം ആയി വരുന്നേ ഉള്ളൂ. പിന്നെ BK നിഘണ്ടു ഉണ്ട്. ബാബ മുരളിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദി വാക്കുകളുടെ മലയാള അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ ഹിന്ദിയെ തന്നെ മലയാളത്തിൽ എഴുതിയിട്ട്, ഹിന്ദി ലിപി ഇതിൽ ഉപയോഗിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു ഡിക്ഷണറിയാണ് ഇത്. ഇംഗ്ലീഷ് ആൽഫബറ്റ് ക്രമത്തിലുള്ള ഡിക്ഷണറിയാണ്. അതായത് ABCDEFG ക്രമത്തിലാണ്. അത് നമ്മൾ മലയാളത്തിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാള ഭാഷ ഇവിടെ അടിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ലേവത എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ലേവത, അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ വന്നു. ലേവത എടുക്കുന്നവൻ, സ്വീകർത്താവ്. മാലിക് അപ്പോഴേക്കും വന്നു. മാലിക് മുതലാളി, യജമാനൻ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അലങ്കാരി, അതാ അലങ്കാ നടിക്കുമ്പോഴേക്കും വന്നു. അലങ്കാരി അർത്ഥം ശംഖ് ചക്ര ഗദാ പത്മം ധരിച്ചവർ, വിഷ്ണു, സമ്പൂർണൻ എന്നൊക്കെയാണ് അർത്ഥം. ഇങ്ങനെ ഈ ഡിക്ഷണറിയിൽ നമുക്ക് ഏത് അക്ഷരം വേണമെന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ഡിക്ഷണറിയും അപൂർണമാണ്. ഇനിയും ഇതിൽ വാക്കുകൾ ആഡ് ചെയ്യാനുണ്ട്. ഭാവിയിലെല്ലാം ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സാധനാ സഹായിയിലായിരുന്നു, അതിൽ ഡിക്ഷണറി എന്ന് പറയുന്ന പോർഷനിലായിരുന്നു നമ്മളുണ്ടായിരുന്നു. കഴിഞ്ഞു, ആ ഭാഗം കഴിഞ്ഞു. ഇനി തിരിച്ചു വരാം. ഇനി നമുക്കിതിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം, അതായത് പുതിയവർക്ക് വേണ്ടിയിട്ടുള്ള ഭാഗം, അതാണ് ധ്യാന പരിശീലനം എന്ന് പറയുന്ന ഈ ആദ്യം കാണുന്ന കടുത്ത നീല നിറത്തിലുള്ള ഇതിൽ ധ്യാന പരിശീലനത്തിൽ ക്ലിക്ക് ചെയ്യുക. ഈ മൊബൈൽ ആപ്പ് വഴി പ്രദാനം ചെയ്യുന്ന വിവിധ ആത്മീയ ധ്യാന കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിന് ആപ്പ് യൂസർ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. മാത്രമല്ല ഇതിൽ പൂരിപ്പിക്കുന്നത് നമ്മൾ ഓർമ്മ വയ്ക്കുകയും വേണം, ഒരിടത്ത് എഴുതി വയ്ക്കുകയും വേണം. പിന്നീട് ഇത് ചോദിക്കുമ്പോൾ ഇത് ഇതേപോലെ അടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അനിൽ കുമാർ എന്ന് പേരിട്ടു. യൂസർ നെയിമും അനിൽ കുമാർ എന്ന് തന്നെ ഇട്ടു. PC എന്നിട്ടു. ഓക്കെ, അത് ഇനീഷ്യലാണ്. ഇനി ഇമെയിൽ ID അല്ലെങ്കിൽ പേര് അത് തന്നെ അടിക്കാം തൽക്കാലം മനസ്സിലാക്കാൻ. @gmail.com എന്നടിച്ചു. പാസ്വേഡ് ചോദിക്കുകയാണ്. അനിൽ കുമാർ PC എന്ന് തന്നെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഒന്ന് തന്നെ ആക്കി കാണിച്ചതാണ്. രഹസ്യമായ പാസ്വേഡൊക്കെ അടിക്കാം, അത് സൂക്ഷിച്ച് വെക്കണം, ഓർമ്മിച്ച് വെക്കണം. അതിനുശേഷം രജിസ്റ്റർ കൊടുക്കുകയാണ്. രജിസ്റ്റർ ആയ ശേഷം പുതിയൊരു പേജിലേക്ക് എത്തി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കോഴ്സ് തുടങ്ങുക. അപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ പേജിലേക്ക് എത്തി. ഈ കോഴ്സ് രാജയോഗ മെഡിറ്റേഷൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആൾ അതിൻ്റെ ആമുഖം ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. രാജയോഗ ധ്യാനം, മെഡിറ്റേഷനെക്കുറിച്ചൊരു ആമുഖം. എന്തൊക്കെയാണ് നിങ്ങൾ ഈ മെഡിറ്റേഷൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെങ്ങനെയൊക്കെയാണ് പഠിക്കുക, എന്തെല്ലാമാണ് ഇതിൻ്റെ രീതികൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം വായിച്ച് മനസ്സിലാക്കുകയാണ് നമ്മളിവിടെ. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഏറ്റവും അവസാനം ഈ ആമുഖം തീരുമ്പോൾ അവിടെ ഒരു ഫോം പൂരിപ്പിക്കാനുണ്ടാവും. ഈ ഫോം പൂരിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്ത ശേഷം ഈ ഫോം സബ്മിറ്റ് ചെയ്യുക.
ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു ഭാഗം കൂടെ ഉണ്ട്. കോഴ്സുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾക്കൊരു ഗൈഡിനെ കിട്ടണമെങ്കിൽ ഈ കോഴ്സിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് വിടണം. നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ വാട്സപ്പിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം വാട്സപ്പിൻ്റെ പേജിൽ നമ്മളെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സെൻഡ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ ആപ്പിലേക്ക് തന്നെ പോകാം. ഇനി അടുത്ത പാഠത്തിലേക്ക് പോവുക എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 1-ാമത്തെ ദിവസത്തെ കോഴ്സിൽ എത്തിച്ചേരും. അവിടെ ചില ചോദ്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ. അതായത് ഇന്നത്തെ ഈ ദിവസം പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. കോഴ്സിൻ്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ ആ വീഡിയോ കാണുക. ഏകാഗ്രമാക്കുക, മനസ്സിനെ പീസ്ഫുള്ളാക്കുക, അല്പസമയത്തേക്ക്. അത് കഴിഞ്ഞാൽ അന്ന് കേട്ട ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കമൻട്രി ആയിരിക്കും. ഇയർഫോൺ ഉപയോഗിച്ച് കേൾക്കുക എന്ന്. അപ്പോൾ ഇയർഫോൺ കണക്ട് ചെയ്യുക, അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടിയിൽ ഒരു ചിത്രം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നമ്മൾക്കിവിടെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ചില ചോദ്യങ്ങളായിരിക്കും. താഴെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. അഭ്യസിച്ചതിന് ശേഷം എഴുതേണ്ടവ അപ്രകാരം തന്നെ ചെയ്യുക. ഇത്രയും കഴിഞ്ഞാൽ അടുത്ത പാഠഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു 5-6 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും നിങ്ങൾ കോഴ്സിൻ്റെ പേജിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഏത് പേജ് വരെ പഠിച്ചോ അവിടേക്ക് നിങ്ങൾ എത്തും. 20-ാമത്തെ ദിവസം നിങ്ങൾ 20 തവണ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ 21-ാമത്തെ പേജിലേക്ക് എത്തും. ഇനി ഇതിൻ്റെ ഏറ്റവും അടിയിൽ ലൈവ് ഇവൻറ്റ്സ് ന്യൂസ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷനെല്ലാം കാണുന്നുണ്ട്. ഇതിൽ ലൈവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ ആ പേജിലേക്ക് നമ്മൾ എത്തും. ഏതെങ്കിലും ലൈവുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും. ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ ഈ ആപ്പിൻ്റെ ചെറുതായിട്ടുള്ള ഒരു പരിചയം. നിങ്ങൾ ഈ ആപ്പെല്ലാം ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ വാട്സപ്പിലൂടെയോ ഫോൺ വിളിച്ചോ മെസ്സേജായിട്ടോ അറിയിക്കുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ആപ്പ് എപ്പോഴും നിങ്ങളുടെ സേവനത്തിലുണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി. ഓം ശാന്തി.